ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ചക്കയും വൻപയറും കൂടി എലിശ്ശേരി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ചക്കച്ചുളയുടെ കൂടെ ഒരു 2 കുരു ഇട്ടിട്ടുണ്ട്. അധികം രണ്ട് കുരു മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചക്ക ഇതേമാതിരി നമ്മൾ ചെറുതാക്കി നുറുക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് വൻപയർ, അങ്ങനെ 2 പിടി, ഈ കയ്യിന് 2 പിടി വൻപയർ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് വെച്ചതാണിത്, കഴുകിയെടുത്ത് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് അരപ്പിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂണ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂരിലാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി കൂട്ടില്ല, പാലക്കാടിലാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഈ എലിശ്ശേരിയിൽ കൂട്ടുന്നതാണ്. പിന്നെ അതിലേക്ക് കടുക് വറുക്കാനായിട്ട് കടുക് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കരിയേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി വേണം. അത് ഞാൻ ഇവിടെ എടുത്ത് വയ്ക്കാൻ മറന്നാണ്, അതും കൂടി വേണം. ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പയർ ഇട്ട് കൊടുക്കാം. ഈ പയറൊന്ന് വേവട്ടെ. ഈ പയർ വേകുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ നാളികേരവും വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മുളക് പൊടി എടുത്താലും മതി. പിന്നെ ഈ ജീരകം കൂടി മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നു. നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പയറെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചക്ക 1 വിസിൽ വന്നാൽ മതി. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി 1 വിസിൽ വന്നാൽ ചക്ക വേവാനായിട്ട്. അപ്പോൾ ചക്കച്ചുള ഇട്ടിട്ട് 1 വിസിൽ വന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് കത്തിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഈ നാളികേരവും ജീരകവും വറ്റൽമുളകും കൂടി അരച്ചെടുത്താണിത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടിയും കൂട്ടാവുന്നതാണ്. ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. ഇനി ഇപ്പം നമ്മുടെ എലിശ്ശേരി ഇത് തിളച്ച് കഴിഞ്ഞ് നല്ലപോലെ നാളികേരമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം ശരിയാണ്. ഇനി നമുക്കിതിലേക്ക് 2 കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാളികേരം വറുത്തിടാം.
ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വറുത്തിടേണ്ടത്, അതാണ് ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിയിട്ട് വേണം നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അത് കണ്ടില്ലേ, നാളികേരം വറവായി, കണ്ടില്ലേ, ചുവന്ന കളറായി, നാളികേരം വറവായി. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി, ചക്ക എരിശ്ശേരി റെഡിയായി. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. താങ്ക് യു.